തങ്ങൾക്ക് തുർക്കിയെ വിശ്വാസമില്ല. ഗാസയിലേക്ക് തുർക്കിയിൽ നിന്നും പട്ടാളക്കാരെ വേണ്ട എന്നിപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം തന്നെ തുർക്കി പട്ടാളക്കാർ ഹമാസുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ആകട്ടെ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ വഷളാകുകയാണ്. തുർക്കി പ്രസിഡന്റ് എർദോഗാനും അതേപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഉണ്ടായിരിക്കുന്ന സൗഹൃദത്തിൽ വലിയ രീതിയിലാണ് വിള്ളൽ വീണിരിക്കുന്നത്. ഇതിനു മുൻപും തന്നെ ഇസ്രായേൽ സൈന്യത്തിലേക്ക് പാകിസ്ഥാൻ സൈനികർ എത്തുന്ന വാർത്തകൾ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. തുർക്കി പ്രസിഡന്റ് എർദോഗാനും അതേപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധമാണ് കൂടുതൽ വഷളാക്കാൻ സാധ്യതയുള്ളതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ സമാധാനം സൃഷ്ടിക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരിൽ തുർക്കിക്കാർ വേണ്ട എന്നതാണ് ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം തുർക്കി പട്ടാളക്കാർ നിഷ്പക്ഷമായി തന്നെ പ്രവർത്തിക്കുന്നതിന് പകരം ഗാസയിലെ സമാധാനത്തെ പിന്തുണയ്ക്കാതെ തന്നെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലി പട്ടാളക്കാർക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു സംശയിക്കുന്നത്. സൊമാലിയ ലാൻഡ് എന്ന പുതിയ രാജ്യത്തെ സ്വതന്ത്ര പരമാധികാര രാജ്യമായി തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പിന്തുണച്ചത് തുർക്കിയെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം 1991 തന്നെ സൊമാലിയ ആകട്ടെ സർക്കാർ തകർന്നപ്പോൾ തന്നെ അതിൽ നിന്നും രൂപം കൊണ്ട രാജ്യമാണ് സൊമാലിയ ലാൻഡ്. ഇതിനെ സൊമാലിയ അംഗീകരിക്കുന്നില്ല. മുസ്ലിം രാജ്യമായ സൊമാലിയയെ ശക്തമായി തന്നെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് തുർക്കി. ഇപ്പോൾ സൊമാലിയ ലാൻഡിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നതോടുകൂടി തന്നെ അത് സൊമാലിയക്കാർക്കും അവരെ അംഗീകരിക്കുന്ന തുർക്കിക്കും എതിരായ വെല്ലുവിളിയായി മാറുമെന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത്. ഇസ്ലാമിനെ ശക്തമായി തന്നെ പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന നേതാവാണ്. മുസ്ലിം രാജ്യങ്ങളുടെ നേതാവായി അറിയപ്പെടുന്ന ആളാണ് എർദോഗാൻ. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് തന്നെ ഇന്ത്യക്കും അത് ബോധ്യമായത് തന്നെയാണ്. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം തന്നെ സഹായവുമായി കടന്നു ചെന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ട് മുസ്ലിം രാജ്യമെന്ന ഒരൊറ്റ പരിഗണന നൽകി എർദോഗാൻ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ഡ്രോണുകളും മിസൈലുകളും നൽകുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധമടക്കം വലിയ രീതിയിലുള്ള വിള്ളൽ വീഴുകയും ചെയ്തു. ഇസ്ലാമിക മതഭ്രാന്തിനുള്ള എർദോഗാൻ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിഘാതമാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കണക്കാക്കപ്പെടുന്നു. അതേപോലെ തന്നെ സിറിയയിൽ ആസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ച ശേഷം അവിടുത്തെ സർക്കാരിൽ നിർണായക സ്വാധീനം തുർക്കി നേടിയിട്ടുണ്ട്. സിറിയ ആകട്ടെ അതിർത്തിയിൽ കുർദുകളെ ഇല്ലാതാക്കാൻ തന്നെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ വലിയ രീതിയിൽ വ്യാപ്തരാണ് തുർക്കി. ഭാവിയിൽ സിറിയയും തുർക്കിയും ഇറാനെ പിന്തുണച്ചേക്കാമെന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നതായി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു കരുതുന്നു. അങ്ങനെയെങ്കിൽ തന്നെ തുർക്കിക്ക് ആധിപത്യമുള്ള സിറിയ ഒരു വലിയ ഭീഷണിയായി തന്നെ മാറുമെന്നാണ് ഇസ്രായേൽ കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.